ഓം ശാന്തി 11/6/2025. ഇന്നത്തെ മുരളിയുടെ മെയിൻ പോയിൻറ്റ്സ്. മധുരമായ കുട്ടികളെ, ഇപ്പോൾ നിങ്ങൾക്ക് പരിധിയില്ലാത്ത പവിത്രത ധാരണ ചെയ്യണം. പരിധിയില്ലാത്ത പവിത്രത അർത്ഥം ഒരു ബാബയല്ലാതെ മറ്റൊന്നും ഓർമ്മ വരരുത്. പവിത്രത നമ്മുടെ ബ്രാഹ്മണ ജീവിതത്തിൻ്റെ ആധാരമാണ്. എന്നാൽ ബാബ ഇന്ന് പരിധിയില്ലാത്ത പവിത്രതയെക്കുറിച്ച് പറയുന്നു. പരിധിയുള്ള പവിത്രതയാണ് ബ്രഹ്മചാരി ആകുക എന്നത്, അല്ലെങ്കിൽ ബ്രാഹ്മണ കുട്ടിയായി ആഹാരശുദ്ധിയും ശരീരശുദ്ധിയും പരിപാലിക്കുക എന്നത്. എന്നാൽ നാം പരിധിയില്ലാത്ത പവിത്രതയാണ് ഇവിടെ പാലിക്കേണ്ടത്. പരിധിയില്ലാത്ത പവിത്രത അർത്ഥം ഒരു ബാബയെ കൂടാതെ മറ്റൊരു വസ്തുവിനെയും മറ്റൊരു കാര്യത്തെയും ഒരു വ്യക്തിയെയും ഓർമ്മിക്കാതിരിക്കുക എന്നതാണ്. ഒരു ബാബ തന്നെയാണ് ലോകം, ഒരു ബാബ രണ്ടാമതൊരാളില്ല എന്ന സ്ഥിതിയിൽ സ്ഥിതി ചെയ്യുന്നതിനെയാണ് പരിധിയില്ലാത്ത പവിത്രത എന്ന് പറയുന്നത്. ഈ പവിത്രത നമ്മൾ കുട്ടികൾ ധാരണ ചെയ്യണം. ചോദ്യം: ബാബയിൽ നിന്ന് സമ്പത്ത് എടുക്കുന്നതിന് മുൻപുള്ള പുരുഷാർത്ഥവും അതിന് ശേഷമുള്ള സ്ഥിതിയിലും എന്ത് വ്യത്യാസമുണ്ടാകുന്നു? ഉത്തരം: എപ്പോൾ നിങ്ങൾ ബാബയിൽ നിന്ന് സമ്പത്തെടുക്കുന്നുവോ അപ്പോൾ ദേഹത്തിൻ്റെ എല്ലാ ബന്ധങ്ങളെയും വിട്ട് ഒരു ബാബയെ ഓർമ്മിക്കാനുള്ള പുരുഷാർത്ഥം ചെയ്യുന്നു. എന്നാൽ എപ്പോൾ സമ്പത്ത് ലഭിക്കുന്നുവോ അപ്പോൾ ബാബയെ തന്നെ മറന്നുപോകുന്നു. ഇപ്പോൾ സമ്പത്തെടുക്കണം, ഇതിനാൽ ഒരു പുതിയ ബന്ധവും ഉണ്ടാക്കരുത്. ഇല്ലെങ്കിൽ മറക്കുന്നതിൻ്റെ ബുദ്ധിമുട്ടുണ്ടാകും. എല്ലാം മറന്ന് ഒരു ബാബയെ ഓർമ്മിക്കൂ, എങ്കിൽ സമ്പത്ത് ലഭിക്കും. ഇപ്പോൾ നാം ബാബയിൽ നിന്ന് സമ്പത്തെടുക്കുന്നതിനുള്ള പുരുഷാർത്ഥം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ പുരുഷാർത്ഥത്തിൻ്റെ ഭാഗമായി ഈ ശരീരത്തെയും ശരീരവുമായി ബന്ധപ്പെട്ട എല്ലാ ബന്ധങ്ങളെയും മറക്കുന്നതിനും ബാബയെ മാത്രം ഓർമ്മിക്കുന്നതിനും പുരുഷാർത്ഥം ചെയ്യുന്നു. എന്നാൽ എപ്പോൾ നമ്മൾക്ക് സമ്പത്ത് ലഭിക്കുന്നുവോ അപ്പോൾ ഇതേ ബാബയെ തന്നെ മറന്നും പോകുന്നു. പൂർണ്ണ സമ്പത്ത് ലഭിക്കുന്നത് ഈ പഠിത്തം തീരുമ്പോഴാണ്. പഠിത്തം തീരുമ്പോൾ നാം ബാബയെ തന്നെ മറക്കുന്നു. എന്നാൽ ഇപ്പോൾ നമ്മുടെ പഠിത്തം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ പഠിത്തത്തിലൂടെ നാം കാര്യങ്ങൾ മനസ്സിലാക്കി ജീവിതത്തിൽ കൊണ്ടുവരുന്നതിലൂടെ നാം ശ്രേഷ്ഠകർമ്മം, പുണ്യകർമ്മം ശേഖരിക്കുന്നു. ഈ പുണ്യകർമ്മത്തിൻ്റെ ശേഖരണത്തെ തന്നെയാണ് ബാബയിൽ നിന്നുള്ള സമ്പത്ത് എന്ന് പറയുന്നത്. ഈ സമ്പത്ത് പൂർണ്ണമായി ലഭിച്ചു കഴിയുമ്പോൾ പുതിയ ലോകം തുടങ്ങുകയാണ്. പുതിയ ലോകത്തിൽ നാം ബാബയെ മറക്കുന്നു. അപ്പോൾ ബാബ ഓർമ്മിപ്പിക്കുകയാണ്, ഈ സമയം സമ്പത്തെടുക്കേണ്ട സമയമാണ്. ഈ സമയം പുതിയൊരു ബന്ധം ഉണ്ടാക്കരുത്. പുതിയൊരു ബന്ധമെന്നാൽ അത് എങ്ങനെയുള്ള ബന്ധമായാലും പിന്നെ ആ ബന്ധം മറക്കുന്നതിന് നാം വളരെയധികം പരിശ്രമിക്കേണ്ടി വരും. ആ പരിശ്രമത്തിൽ സമയവും നഷ്ടമാകുന്നു. ഈ കാരണത്താൽ എല്ലാം തന്നെ മറന്ന് ഒരു ബാബയെ മാത്രം ഓർമ്മിക്കുന്നതിലൂടെ നമുക്ക് പൂർണ്ണ സമ്പത്ത് ലഭിക്കുന്നു. ഗീതം ഈ സമയം കടന്നു പോയിക്കൊണ്ടിരിക്കുന്നു. ധാരണയ്ക്കുള്ള മുഖ്യസാരം: 1. സ്വർഗത്തിൽ പോകുന്നതിനുള്ള പാസ്പോർട്ട് എടുക്കുന്നതിന് ബാബയുടെ ഓർമ്മയിലൂടെ തൻ്റെ വികർമ്മങ്ങൾ വിനാശം ചെയ്ത് കർമാതീത അവസ്ഥ ആക്കണം. ശിക്ഷകളിൽ നിന്ന് മോചിതരാകുന്നതിനുള്ള പുരുഷാർത്ഥം ചെയ്യണം. 2. ജ്ഞാനവാനായി എല്ലാവർക്കും വഴി പറഞ്ഞു കൊടുക്കണം. ചൈതന്യ ലൈറ്റ് ഹൗസ് ആകണം. ഒരു കണ്ണിൽ ശാന്തിധാമം, മറുകണ്ണിൽ സുഖധാമമായിരിക്കണം. ഈ ദുഃഖധാമം മറക്കണം. ആദ്യ പോയിന്റിൽ ബാബ പറയുന്നു, സത്യയുഗത്തിലേക്ക് പോകുന്നതിന് പാസ്പോർട്ട് എടുക്കണം. ആ പാസ്പോർട്ട് ലഭിക്കുന്നതിന് നാം വികർമ്മങ്ങളെല്ലാം നശിപ്പിച്ച് കർമാതീത അവസ്ഥയിൽ എത്തണം. നമ്മൾക്ക്
2 ലക്ഷ്യങ്ങളാണ് ഉള്ളത്. ഒന്ന്, നമ്മളിലുള്ള പാപകർമ്മത്തിൻ്റെ ഭാരം മാറ്റണം, അതായത് വികർമ്മം വിനാശമാക്കണം. രണ്ടാമത്തേതാണ് നാം കർമാതീത അവസ്ഥയിലെത്തണം. കർമ്മത്തിൻ്റെ പ്രഭാവത്തിൽ നിന്ന് ഉപരിയായിരിക്കുന്ന സ്ഥിതിയെയാണ് കർമാതീത അവസ്ഥ എന്ന് പറയുന്നത്. അത് നമ്മുടെ അന്തിമ അവസ്ഥയാണ്. ഈ അന്തിമ അവസ്ഥ കൈവരിക്കുകയും വേണം, പഴയ കർമ്മക്കണക്കുകൾ തീർക്കുകയും വേണം. ഇതിനായി ബാബയുടെ ഓർമ്മ എപ്പോഴും ഉണ്ടായിരിക്കണം. ശ്രദ്ധിക്കണം, നാം ശിക്ഷകൾ അനുഭവിക്കേണ്ടി വരരുത്. അതിനായുള്ള പുരുഷാർത്ഥം ചെയ്യണം. രണ്ടാമത്തെ പോയിന്റിൽ ബാബ പറയുന്നു, ജ്ഞാനിയായി എല്ലാവർക്കും വഴി പറഞ്ഞു കൊടുക്കണം. ഒപ്പം ചൈതന്യ ലൈറ്റ് ഹൗസ് മൈറ്റ് ഹൗസ് ആയിരിക്കണം. നമ്മൾ ആത്മാക്കൾ നമ്മുടെ മനോഭാവത്തിൽ എത്ര ഡബിൾ ലൈറ്റ് ആയിരിക്കുന്നുവോ അത്രയും മറ്റുള്ളവർക്ക് നമ്മളിൽ നിന്ന് ലൈറ്റിൻ്റെ അനുഭവവും മൈറ്റിൻ്റെ അനുഭവവും ഉണ്ടാകും. ഒരു കണ്ണിൽ ശാന്തിധാമവും മറുകണ്ണിൽ സുഖധാമവുമാണെങ്കിൽ പിന്നെ നമ്മൾ ഈ ദുഃഖധാമത്തെ ഓർമ്മിക്കില്ല. നമ്മളെപ്പോഴും ഈ ശ്രേഷ്ഠ സ്ഥിതിയിലാണെങ്കിൽ നാം തനിയെ തന്നെ ചൈതന്യ ലൈറ്റ് ഹൗസായി തീരും. വരദാനം: ഓരോ ആത്മാവിനെയും ഉയർത്തുന്നതിൻ്റെ ഭാവനയിലൂടെ ബഹുമാനം നൽകുന്ന ശുഭചിന്തകരായി ഭവിക്കട്ടെ. ഓരോ ആത്മാവിനെ പ്രതിയും ശ്രേഷ്ഠ ഭാവന, അതായത് ഉയർത്തുന്നതിനുള്ള, മുന്നോട്ട് നയിക്കുന്നതിനുള്ള ഭാവന വയ്ക്കുക. അർത്ഥം ശുഭചിന്തകരാകുക എന്നാണ്. തൻ്റെ ശുഭവൃത്തിയിലൂടെ, ശുഭചിന്തക സ്ഥിതിയിലൂടെ മറ്റുള്ളവരുടെ അവഗുണങ്ങളെയും പരിവർത്തനപ്പെടുത്തുക. ആരുടെയെങ്കിലും കുറവോ അവഗുണമോ തൻ്റെ സ്വന്തം കുറവെന്ന് മനസ്സിലാക്കി വർണ്ണിക്കുന്നതിന് പകരം, പരത്തുന്നതിന് പകരം അതിനെ ഉൾക്കൊള്ളുക, പരിവർത്തനപ്പെടുത്തുക. ഇതാണ് റിഗാർഡ്. വലിയ കാര്യം ചെറുതാക്കുക, നിരാശരെ ശക്തിശാലിയാക്കുക, അവരുടെ കൂട്ടത്തിൻ്റെ വർണ്ണത്തിൽ പെടാതിരിക്കുക, സദാ അവരെയും ഉത്സാഹത്തിലും ഉന്മേഷത്തിലും കൊണ്ടുവരിക. ഇതാണ് ബഹുമാനം. ഇങ്ങനെ ബഹുമാനം കൊടുക്കുന്നവർ തന്നെയാണ് ശുഭചിന്തകർ. എന്താണ് ശുഭചിന്തകർ? ശുഭചിന്തകർ എന്നാൽ മറ്റുള്ളവർക്ക് ബഹുമാനം കൊടുക്കുന്നവരാണ്. എന്താണ് ബഹുമാനമെന്നാൽ? ബഹുമാനമെന്നാൽ അവരുടെ കുറവുകളെയും കുറ്റങ്ങളെയും സ്വന്തം കുറവാണ്, കുറ്റമാണ് എന്ന് മനസ്സിലാക്കി വർണ്ണിക്കാതെ, അത് പരത്താതെ, അതിനെ ഉൾക്കൊണ്ടുകൊണ്ട് അത് പരിവർത്തനപ്പെടുത്തുന്നതിന് എന്താണ് ചെയ്യേണ്ടത് എന്ന് മനസ്സിലാക്കി അതിന് ആ ആത്മാവിനെ സഹായിക്കുക എന്നത് ബഹുമാനം കൊടുക്കുക എന്നതാണ്. വലിയ കാര്യത്തെ ചെറുതാക്കി മാറ്റുക, നിരാശരായവരെ ശക്തിശാലിയാക്കുക, എന്നാൽ അവരുടെ കൂട്ടുകെട്ടിൻ്റെ വർണ്ണത്തിൽ പെടാതിരിക്കുക, അവരെ സദാ ഉത്സാഹത്തിലും ഉന്മേഷത്തിലും കൊണ്ടുവരിക. ഇതെല്ലാം ബഹുമാനമാണ്. ഇങ്ങനെ ബഹുമാനം കൊടുക്കുന്നവരെയാണ് ശുഭചിന്തകരെന്ന് പറയുന്നത്. ഓരോ ആത്മാവിനെ പ്രതിയും ശ്രേഷ്ഠ ഭാവന, അല്ലെങ്കിൽ ഉയർത്തണം എന്ന ഭാവന, അവരെ മുന്നോട്ടേക്ക് നയിക്കണം എന്ന ഭാവന വയ്ക്കുന്നതും ശുഭചിന്തകരാകുക എന്നതാണ്. സ്ലോഗൻ: ത്യാഗത്തിൻ്റെ ഭാഗ്യം സമാപ്തമാക്കുന്നത് പഴയ സ്വഭാവ സംസ്കാരങ്ങളാണ്. ഇതിനാൽ ഇതിനെയും ത്യജിക്കൂ. ത്യാഗം ചെയ്യുന്നതിലൂടെ അതിൻ്റെ റിട്ടേണാണ് ഭാഗ്യം. എത്ര നാം ഹൃദയപൂർവ്വം ത്യാഗം ചെയ്യുന്നുവോ അത്രയും നമ്മൾക്ക് ഭാഗ്യം ശേഖരിക്കപ്പെടുകയാണ്. എന്നാൽ ഈ ഭാഗ്യത്തിൽ നഷ്ടമുണ്ടാക്കുന്നത് നമ്മുടെ തന്നെ പഴയ സ്വഭാവ സംസ്കാരങ്ങളാണ്. അതിനാൽ ബാബ പറയുന്നു, ഈ പഴയ സ്വഭാവ സംസ്കാരങ്ങളെയും നഷ്ടമാക്കൂ, ത്യജിക്കൂ. ഇതിലൂടെ നമ്മൾ എന്താണോ ത്യാഗം ചെയ്യുന്നത് അതിൻ്റെ ഭാഗ്യം ഉണ്ടായിക്കൊണ്ട് തന്നെ ഇരിക്കും. ഓം ശാന്തി.